നമസ്കാരം. കേരളത്തിൽ പ്രളയത്തിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? പ്രളയ സാധ്യതകൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലോ വരുന്ന ഈ വർഷത്തെ പ്രളയത്തിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്? രസകരമാണ് ഇതൊന്നും പഠിക്കാൻ ശ്രമിച്ചാൽ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ശാസ്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രത്തിൻ്റെ അവസാന വാക്കില്ല. അത് പഠനമാണ്, പലതും നിഗമനങ്ങളാണ്, നിരീക്ഷണങ്ങളാണ്. അതുപോലെ അച്ചടിച്ച പോലെ നടക്കണം എന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഇനി പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി നടന്നില്ല എന്ന് വെച്ചിട്ട് ശാസ്ത്രത്തെയോ ഇതിൻ്റെ അവതാരകനെയോ കുറ്റം പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പസഫിക് സമുദ്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മധ്യകിഴക്കൻ ഭൂമധ്യരേഖാ പ്രദേശത്ത് കിടക്കുന്ന പസഫിക് സമുദ്രത്തിൻ്റെ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പെറു എന്ന രാജ്യം, അത് നമ്മൾ യൂട്യൂബിൽ ഗ്ലോബിൽ അടിച്ചു നോക്കിയാൽ, ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ പെറു എന്ന രാജ്യത്തെ പസഫിക് ഓഷനിൽ വളരെ കൃത്യമായി ചൂട് കൂടുന്നു. പസഫിക് ഓഷനിൽ ചൂട് കൂടുമ്പോൾ പസഫിക് ഓഷനിൽ മുകളിലേക്ക് വരേണ്ട വായു പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നു. പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചിട്ട് അവൻ എടുത്തടിക്കും. മുകളിലോട്ട് വായു സഞ്ചരിച്ച് ചൂട് കൂടിക്കഴിഞ്ഞാൽ നീരാവിയുള്ള കാറ്റ് എടുത്തടിക്കും കരയിലേക്ക്. അത് ടൺ കണക്കിന് കിലോമീറ്റർ വരുന്നതാണ്, ഇത്രയും കിലോമീറ്റർ വരുന്നതാണ്. അല്ല നമുക്ക് ഇവിടെ ഇരുന്ന് പറയുന്നൊരു വോളിയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ എടുത്തടിക്കും. അങ്ങനെ ഒരു വലിയ ഒരു ചാക്രിക വ്യവസ്ഥ ഉണ്ടാവും. അതായത് കടലിൻ്റെ കാറ്റ് പെറുവിൻ്റെ പടിഞ്ഞാറൻ തീരങ്ങളിലേക്ക്, പസഫിക് ഓഷൻ്റെ പടിഞ്ഞാറൻ തീരങ്ങളിലേക്ക് പോയി അത് ഉയർന്നു പൊങ്ങി കരയിലോട്ട് വരും. അത് കരയിലോട്ട് വരുന്ന സ്ഥലങ്ങളിൽ വലിയ മഴയുണ്ടാകും. അത് സഞ്ചരിച്ച് മാറിയാൽ ചെറിയ മഴയുണ്ടാകും. മാറിയാൽ അതിനിപ്പുറത്തെ വശങ്ങളിൽ ചെറിയ മഴയുണ്ടാകും. ഇതാണ് ഇതിൻ്റെ കഥ. സഞ്ചാരികളാണ് ആദ്യമായി എൽനിനോ എന്ന് പറയുന്ന ഈ കാറ്റിനെ നോക്കിയത്. കാരണം അവർ ഈ കാറ്റിൻ്റെ ദിശ അനുസരിച്ചാണ് വള്ളത്തെയൊക്കെ ബോട്ടിനെയൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വാണിജ്യ കാറ്റുകൾ, ട്രേഡ് വിൻസ് എന്ന് പറയുന്നത്. ഈ വാണിജ്യ കാറ്റുകൾ നോക്കിയ അവർ എൽനിനോ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രതിഭാസം കണ്ടതുകൊണ്ട് അവർ അതിന് എൽനിനോ എന്ന പേരിട്ടു. ഉണ്ണിയേശു പിറന്നു എന്നവർ പറഞ്ഞു. അപ്പോൾ ഉണ്ണിയേശുവിൻ്റെ കഥ അങ്ങനെ വന്നു. മറ്റേ ഉണ്ണിയേശു ഉണ്ടായതല്ല, ഇതിനവർ ഉണ്ണിയേശു എന്ന് പേരിട്ടു. അവർക്കറിയാവുന്നുള്ള യേശുവാണ്, അതുകൊണ്ട് ഉണ്ണിയേശു എന്ന് പേരിട്ടു. ആൺകുട്ടിയാണെന്നും പറഞ്ഞു. അപ്പോൾ ഈ തീവ്രമായി പോകുന്നതിനെ ആൺകുട്ടിയെന്നും അത് സൈലൻ്റായി പോവുകയാണെങ്കിൽ അതിന് പെൺകുട്ടി എന്ന പേരും ഒക്കെ ഇട്ടു. ലാനിന എന്ന പേര് ഇട്ടവർ. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇട്ടു എന്നേ ഉള്ളൂ, നമ്മളൊന്നും അറിയുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ വരുന്ന ഇപ്പോഴത്തെ ഈ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ എൽനിനോയുടെ പ്രതിഭാസം വളരെ വലുതാണ്. ചിലപ്പോൾ അത് ജനുവരി വരെ പോകും, ജനുവരി ഫെബ്രുവരി വരെ പോകാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യൻ ഓഷനിൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, ഇതൊന്നും പഠിക്കാതെ ഇനി മലയാളിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്നേ, ദ്വിധ്രുവ പ്രതിഭാസം, ഇന്ത്യൻ ഡൈപോൾ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്, ഫിനോമിനയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പടിഞ്ഞാറും കിഴക്കും ചൂടാവുന്ന കഥയാണ്. പടിഞ്ഞാറ് വശമാണ് ചൂടാവുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് അയോഡി എന്ന് പറയും, ഡൈപോൾ, ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന് പറയും. കിഴക്കാണ് ചൂടാവുന്നതെങ്കിൽ നെഗറ്റീവ് എന്ന് പറയും. രണ്ട് വശവും ഒരുപോലെ ചൂടാവുകയാണെങ്കിൽ ന്യൂട്രൽ എന്ന് പറയും. ഇതും പസഫിക് ഓഷനിലെ ഈ വരുന്ന കാറ്റിനെ ഇവൻ തിരിക്കും. അപ്പോൾ പസഫിക് ഓഷനിൽ ആഫ്രിക്കൻ തീരത്തിലും ഇന്ത്യൻ തീരത്തിലും ഏഷ്യൻ തീരത്തിലേക്കൊക്കെ വരുന്ന കാറ്റിന് ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന് പറയുന്ന ഇന്ത്യയിലെ ധ്രുവങ്ങളിലെയും കാറ്റിൻ്റെയും ചൂടിൻ്റെയും വ്യത്യാസം അനുസരിച്ച് ഇവനെ തിരിക്കും. ഇതിനിടയിൽ ചില ബഹളങ്ങൾ നടക്കും. ഈ ബഹളങ്ങളാണ് ഇന്ത്യയിൽ ഇപ്പോൾ മൺസൂൺ പാത്തിയെ കൊണ്ടുവന്നത്. ഒരു 10,000 കിലോമീറ്ററോളം ഇന്ത്യയിൽ മൺസൂൺ പാത്തി വന്നു. അതിൻ്റെ ബാക്കി പത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എൽനിനോ കൂടുമ്പോൾ പടിഞ്ഞാറൻ തീരങ്ങളിലേക്ക് എൽനിനോ കാറ്റ് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് മഴ കുറയേണ്ടതാണ്, ചൂട് കൂടേണ്ടതാണ്. പക്ഷേ ഞാൻ ഇന്ത്യൻ ഡൈപോളിൻ്റെയും ഇന്ത്യൻ ഓഷൻ ഡൈപോളിൻ്റെയും ഇന്ത്യയുടെയും പ്രത്യേക കാലാവസ്ഥ വെച്ചിട്ടും കേരളത്തിൻ്റെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും വെച്ചിട്ട് ഇവിടെ മഴ കിട്ടി നമുക്ക്. ഒന്നാമത്തെ കഥ. ഇനി അടുത്ത മേഘവിസ്ഫോടനം വരും. ഇതിൻ്റെ കൂടെ എൽനിനോയുടെ കൂടെ മേഘവിസ്ഫോടനം വരും. എന്താ മേഘവിസ്ഫോടനം? മഴയെന്ന് പറയുന്നത് മേഘവിസ്ഫോടനമാണ്. മേഘങ്ങൾ ഉടഞ്ഞാണ് മഴ വരുന്നത്, പൊട്ടിയാണല്ലോ മഴ വരുന്നത്. പക്ഷെ നമ്മൾ മേഘവിസ്ഫോടനം എന്ന പേരിട്ടത് സാധാരണക്കാൽ കവിഞ്ഞ രീതിയിൽ മഴ വരും, ശക്തമായ മഴ വരും. എന്താണ് മഴ വരുന്നത്? ഒരു മണിക്കൂറിൽ 100 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ, 30-40 സ്ക്വയർ കിലോമീറ്റർ, ചതുരശ്ര കിലോമീറ്ററിനകത്ത് 100 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ഒരു മണിക്കൂർ വരുന്നതിനാണ് മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. അത് 50 മീറ്റർ കൂടുതൽ വന്നാൽ ലഘുമേഘ വിസ്ഫോടനം, മിനി ക്ലൗഡ് ബേസ്ഡ് എന്ന് പറയും.
അപ്പോൾ മേഘവിസ്ഫോടനത്തിൻ്റെ സാധ്യതകളും കേരളത്തിൽ അനന്തമായി നിൽക്കുകയാണ്. അപ്പോൾ എൽനിനോ ഉണ്ട്, അത് അന്താരാഷ്ട്രമാണ്. മേഘവിസ്ഫോടനമുണ്ട്. കുമുലോനിംബസ് ക്ലൗഡുകൾ ആണ്, കുമുലോനിംബസ് മേഘങ്ങളാണ്, കൂമ്പാര മേഘങ്ങളാണ് കൂടുതൽ ഉള്ളത്. അതും ഇതിൻ്റെ ഒരു ഘടകമാണ്. ഇനി മിന്നൽ പ്രളയത്തിൻ്റെ ഒരു കഥയുണ്ട്. അതിൻ്റെ ജലശാസ്ത്രം എന്താ? ഈ 3-4 കാര്യങ്ങൾ ഒന്നിച്ച് വരുന്നതാണ് കേട്ടോ. ഇത് നന്നായി നിങ്ങൾ വീഡിയോ കാണുകയും എല്ലാവരും ഇത് പഠിക്കുകയും ചെയ്യണമെന്ന്. നമ്മളിത് പഠിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മിന്നൽ പ്രളയത്തിന് സാധനം എന്താ? മേഘവിസ്ഫോടനമുള്ള പോലുള്ള കാര്യങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നാൽ ഈ മണ്ണിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അതിൻ്റെ സ്വാംശീകരണ അബ്സോർപ്ഷൻ കപ്പാസിറ്റി കഴിഞ്ഞ് വെള്ളം എടുത്തു വെക്കാൻ പറ്റത്തില്ല. ഒരു അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉണ്ടല്ലോ മണ്ണിന്, അത് എടുത്ത് വെക്കുക. അതെന്ത് ചെയ്യും? അത് കപ്പാസിറ്റി കഴിഞ്ഞാണ് മഴ വരുന്നതെങ്കിൽ മുകളിലുള്ള മണ്ണിനെയും എല്ലാറ്റിനെയും എടുത്തുകൊണ്ട് പോകും. മണ്ണിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? വെള്ളവും കൂടെ പോകും. വെള്ളം പോകും, മണ്ണ് പോകും, പാറ പോകും, എല്ലാം കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ മിന്നൽ പ്രളയം വരും. അപ്പോൾ മിന്നൽ പ്രളയത്തിൽ സംഭവിക്കുന്നത് എന്താണ് ഇതിൻ്റെ തിയറി? വെള്ളപ്പൊക്കത്തിൻ്റെ തിയറി എന്താണ്? അല്ലെങ്കിൽ പ്രളയത്തിൻ്റെ തിയറി എന്താണ്? വെള്ളക്കെട്ടിൻ്റെ തിയറി എന്താണ്? ഒരിടത്ത് വീഴുന്ന മഴ അവിടെ നിന്ന് ഒഴുകി മാറിയതിന് ശേഷമേ ബാക്കി മഴ അവിടെ വരാവൂ. അതുകൊണ്ട് കോൺസെൻട്രേഷൻ ഓഫ് ടൈം, അതായത് മഴ കേന്ദ്രീകരിക്കാനുള്ള സമയം വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ റണ്ണിങ് സമയം, ഒരു മഴവെള്ളത്തിൻ്റെ ഓടുന്ന വേഗതയുടെ സമയവും പ്രധാനമാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൻ്റെ അളവ് കൂടുകയും റണ്ണിങ് ടൈം കൂടുകയും ഒക്കെ ചെയ്താൽ മിന്നൽ പ്രളയമാകും. ഡാമുകൾ കൂടി തുറന്നു വിട്ടുകൊടുത്താൽ കൃത്യമായത് മിന്നൽ പ്രളയമായി മാറും. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന മഴയ്ക്ക്, മേഘവിസ്ഫോടനം പോലുള്ള ശക്തമായ മഴയ്ക്ക് ഒരു സാഹചര്യത്തിലും നിൽക്കാൻ പറ്റാതെ മണ്ണിൽ കരുതാവുന്നതിനേക്കാൾ കൂടുതൽ മഴ വരികയും ആ മഴയ്ക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയും വളരെ വേഗത്തിൽ ഒരു സ്ഥലത്ത് ഓരോ സ്ഥലങ്ങളിൽ കേന്ദ്രീകരിക്കുകയും ചെയ്താൽ അവിടുത്തെ മണ്ണിനെയും സോയിലിനെയും അതുപോലത്തെ പാറയെയും ഒക്കെ അത് ഇൻസ്റ്റേബിളാക്കും, അസ്ഥിരപ്പെടുത്തും. അതെല്ലാം കൂടി അങ്ങനെ ഒരു മുമ്പേ പോകുന്ന മഴവെള്ളം അസ്ഥിരപ്പെടുത്തി പോകുമ്പോൾ പിറകെ വരുന്ന മഴവെള്ളം അതിനെ എടുത്തുകൊണ്ട് പോകും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയുടെ ഒരു ഭാഗം ഇവിടെ ഉണ്ട്. അതിങ്ങനെ ഈ പറയുന്ന സാച്ചുറേഷൻ ലെവൽ കഴിഞ്ഞ് അബ്സോർപ്ഷൻ കപ്പാസിറ്റിയും കഴിഞ്ഞ് ഇവിടെ നിൽക്കുകയാണ് മഴ, വെള്ളം. അപ്പോഴാണ് പുതിയ മഴ വരുന്നത്. അവൻ എടുത്തുകൊണ്ട് പോകും, വളരെ കൃത്യമായി എടുത്തുകൊണ്ട് പോകും. ഓഗസ്റ്റ് മാസത്തിൽ വരുന്ന പ്രവണത എന്താണ്? ഈ ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിൽ വരുന്ന ഒരു പ്രവണത എന്താണ്? ജൂലൈ ആദ്യം തന്നെ എൽനിനോ ശക്തിപ്പെട്ടിരുന്നു. നവംബർ വരെ പോകും, ചിലപ്പോൾ ജനുവരി വരെ പോകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരു തയ്യാറെടുപ്പ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നമ്മൾ നടത്തണം. ജലശാസ്ത്രത്തിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു, അതിൻ്റെ കഥയും പറഞ്ഞു. മുൻകാല അനുഭവങ്ങൾ എന്താ? നമ്മുടെ മുൻകാല അനുഭവങ്ങൾ 1985 മുതൽ 1995 വരെ നീരൊഴുക്കിൻ്റെ വേഗത കൂടി വരികയാണ്. എന്തുകൊണ്ട് കൂടി? വനങ്ങൾ കുറഞ്ഞു, കുളങ്ങൾ കുറഞ്ഞു, നദികൾ കുറഞ്ഞു, ഭൂവിനിയോഗം മാറി, ഏകവിളയായി ബഹുവിളയിൽ നിന്ന് മാറി, കെട്ടിടങ്ങൾ കൂടി, റോഡ് കൂടി, എല്ലാം കൂടി. സ്വാഭാവികമായിട്ട് നീരൊഴുക്കിൻ്റെ വേഗതയും കൂടി. നീരൊഴുക്കിൻ്റെ വേഗത കൂടി, കാരണം മണ്ണിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ആശാന്. എന്നാൽ ബ്ലോക്ക് ആവുന്ന സ്ഥലത്താണ് വെള്ളപ്പൊക്കം. ഈ വേഗത കൂടുന്നത് പോലെ തന്നെ ചിലയിടത്തത് ബ്ലോക്ക് ആവുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവും, പ്രളയം ഉണ്ടാക്കും. അപ്പോൾ വേഗതയുമുണ്ട്, ബ്ലോക്കും ഉണ്ട്, രണ്ടുമുണ്ട്. ഇതിന് വളരെ വേഗത്തിലാണ് നീരൊഴുക്ക് പോകുന്നത്, എന്നാൽ അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു ചില സ്ഥലങ്ങളിൽ. അപ്പോൾ 1995 മുതൽ 2005 വരെ വീണ്ടും കൂടി. 2016 ആയപ്പോൾ നമുക്ക് വലിയ വരൾച്ച വന്നു, മണ്ണ് വരണ്ടു. 17 ഓഖി വന്നു, 18 പ്രളയം വന്നു, പിന്നെ ഇങ്ങോട്ട് 2026 വരെ കള്ളാടിയിൽ വരെയുള്ള ദുരന്തങ്ങൾ വന്നു. മഴയൊക്കെ പഴിക്കാൻ വരട്ടെ, നമ്മൾ മഴയെ അങ്ങോട്ട് തെറി പറയാൻ വരട്ടെ. കാരണം മഴയുടെ നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. മഴയുടെ നാട്ടിൽ താമസിച്ചിട്ട് മഴയെ തെറി പറഞ്ഞാൽ, പക്ഷെ മഴ മാറി. ചെറിയ കാലത്ത്, ചെറിയ സമയത്ത്, ചെറിയ സ്ഥലത്ത് വലിയ മഴ. ഇത് മാറിയത് പഠിക്കുക, അത്രേ കാര്യമുള്ളൂ. വേറെ ഒരു ന്യായമില്ല മലയാളിക്ക്. അപ്പോൾ അത് പഠിച്ചുകൊണ്ട് വളരെ കൃത്യമായി നമുക്ക് ഇത് ചെയ്യേണ്ടതുണ്ട്. മഴയുടെ മുന്നറിയിപ്പ് നൽകുന്നതിൽ 5 ദിവസത്തെ മുന്നറിയിപ്പാണ് നൽകുന്നത്. ഡാം തുറക്കലിനും നമുക്ക് SOP ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ SOP വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ? ഇന്നലെയും പത്തനംതിട്ടയിൽ ഡാം തുറന്നു എന്ന് പറഞ്ഞിട്ട് വലിയ തർക്കം നടന്നു. ഈ മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നു എന്ന് പറഞ്ഞ് വലിയ തർക്കമാണ് പ്രതിപക്ഷമൊക്കെ ഉന്നയിച്ചിരിക്കുന്നത്. ഭരണപക്ഷം അങ്ങനെ അല്ല എന്ന് പറയുന്നത്, പക്ഷേ പ്രതിപക്ഷം വലിയ പരാതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ്.
വളരെ കൃത്യമായി നാം എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. കൃത്യമായി നമുക്ക് ഈ വരുന്ന പ്രളയത്തെ നമുക്ക് പ്രതിരോധിച്ചേ കഴിയൂ.